നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത് പ്രിൻസിപ്പിൾസ് ഓഫ് ചിപ്പ് ബ്രേക്കിങ്ങിലായിരുന്നു അല്ലേ? അതെ. അപ്പം പല ടൈപ്സ് ഓഫ് ചിപ്പ് ബ്രേക്കിങ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ സെൽഫ് ചിപ്പ് ബ്രേക്കിങ്ങും ഉണ്ട്, ഫോഴ്സ്ഡ് ചിപ്പ് ബ്രേക്കിങ്ങും ഉണ്ട്. ഫോഴ്സ്ഡ് ചിപ്പ് ബ്രേക്കിങ്ങിലാണ് നിർത്തിയത്. ഫോഴ്സ്ഡ് ചിപ്പ് ബ്രേക്കിംഗ് ഒന്നുകൂടി പറയാം. സെൽഫ് ചിപ്പ് ബ്രേക്കിംഗിനാണെങ്കിൽ നമുക്ക് വേറെ തന്നെ ഒരു, അതായത് എഡീഷണലി നമ്മളൊന്നും ഒരു ഫോഴ്സോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ, ഒരു ടൂൾ മോഡിഫിക്കേഷനോ ഒന്നും ചെയ്യാതെ ചിപ്പ് ബ്രേക്കായി പോകുന്ന ഒരു കണ്ടീഷനാണ് സെൽഫ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ഒരു ഫോഴ്സ്ഡ് ചിപ്പ് ബ്രേക്കിംഗ് ആണെങ്കിൽ എങ്ങനെ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതൊരു ഡയറക്റ്റ്ലി നമ്മളൊരു ഫോഴ്സ്, അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ടൂൾ മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ വേറെ പലതരത്തിലെ ഒരു അറ്റാച്ച്മെൻറ്റോ ആ ഒരു രീതിയിൽ കൊടുത്തിട്ട് നമ്മൾ ചിപ്പിനെ ബ്രേക്ക് So for the forced chip breaking, the continuous hot chip become hard and brittle distance from നമ്മുടെ ചിപ്പ് ഡിസ്റ്റൻസ് വിട്ട് പോകുന്നതിനനുസരിച്ചിട്ട് അത് കുറച്ചുകൂടി ഹാർഡ് ആൻഡ് ബ്രിട്ടൈലായിട്ട് ആക്ട് ചെയ്യും. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഒരു ഓപ്പറേറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് മുറിയാനൊക്കെ ചാൻസസ് ഉള്ളത്. സോ വി നീഡ് ചിപ്പ് ബ്രേക്കിംഗ് അല്ലേ? ചിപ്പ് ബ്രേക്കേഴ്സ് ആർ ബേസിക്കലി ഓഫ് ടു ടൈപ്സ് അല്ലേ? ഇൻബിൽറ്റ് ടൈപ്പും ഉണ്ട്, ക്ലാംപ്ഡ് ഓർ അറ്റാച്ച്മെന്റ് ടൈപ്പും ഉണ്ട്. സോ പ്രിൻസിപ്പിൾ ഓഫ് ചിപ്പ് ബ്രേക്കിംഗ് ഇതിൽ ഇൻബിൽറ്റ് ബ്രേക്കേഴ്സിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലേ? ഇത് നമ്മൾ പറഞ്ഞാണ്. ഇൻബിൽറ്റ് ബ്രേക്കേഴ്സിൽ എങ്ങനെ സംഭവിക്കുന്നു? Inbuilt breakers are in the form of step or groove at the right phase near the cutting edge of the tools. നമ്മൾ റേറ്റ് ഫേസ് സർഫേസിൽ, റേറ്റ് സർഫേസിൻ്റെ മേലൂടെയാണ് ഒരു ചിപ്പ് ഫ്ലോ ചെയ്യാന്ന് നമുക്കറിയാം. അപ്പോൾ ഈ റേറ്റ് ഫേസ്, അതായത് റേറ്റ് ഫേസിൻ്റെ മേലെ, അതായത് കട്ടിങ് എഡ്ജ് ഉണ്ടാവും ഒരു, അല്ലെങ്കിൽ കട്ടിങ് ഈ ഒരു മോഡലോ അങ്ങനെ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തും. അങ്ങനെയുള്ള ഒരു ബ്രേക്കേഴ്സിനാണ് നമ്മൾ ഇൻബിൽറ്റ് ബ്രേക്കേഴ്സ് എന്ന് പറയുന്നത്. സോ such breakers are provided either after their manufacturing or during their manufacturing, okay, by powder metallurgy process. അതായത് ബിഫോർ, ഒന്നിക്കൽ നമുക്ക് മാനുഫാക്ചറിങ്ങിന് മുന്നേ തന്നെ നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഈ ചിപ്പ് ബ്രേക്കേഴ്സിനുള്ളിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്യൂറിങ് ദിയർ മാനുഫാക്ചറിങ്, അതായത് നമ്മൾ ഈ ടൂൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നിക്കൽ ആഫ്റ്റർ അല്ലെങ്കിൽ ആ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഈ രണ്ട് ഫിഗർ കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അല്ലേ? ഒന്ന് ഒരു ഗ്രൂവ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു ഗ്രൂവ് ആണ്, സർക്കുലർ ഗ്രൂവ്. റൈറ്റ് സൈഡിലുള്ളത് ഒരു വി മോഡൽ, വി ഷേപ്പിംഗ് ആണ്. ഓക്കെ സാർ. ഇനി നമ്മൾ എവിടെയാണ് നമ്മൾ നിർത്തിയത് അല്ലേ? ദ യൂണിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻബിൽറ്റ് ചിപ്പ് ബ്രേക്കേഴ്സ്. നമ്മൾ ഇങ്ങനെ ഇൻബിൽറ്റ് ചിപ്പ് ബ്രേക്കേഴ്സിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, യൂണിക് ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഗ്രൂവായിട്ട് കൊടുക്കുന്നത് അല്ലേ? ഔട്ടർ എൻഡ് ഓഫ് ദ
steps or groove acts as a heel that forcibly bend and fracture the running chips. ഇപ്പം നമ്മൾ ചിപ്സ് പുറത്തോട്ട് പോകുന്നത് വിചാരിക്കുക, ഈ ഗ്രൂവ് അതൊരു അതായത് ഒരു ഫോഴ്സിബിളി ബെൻഡ് ചെയ്യുന്ന രീതിയിൽ പോകും, എന്നിട്ട് ചിപ്പ് ബ്രേക്ക് ആവും. ഓക്കെ, ഇനി ഈ ഇൻബിൽറ്റ് ചിപ്പ് ബ്രേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ഇൻ കോൺഫിഗറേഷൻ ആൻഡ് ഈസി മാനുഫാക്ചറിങ്, എക്സ്പെൻസീവ്, നമുക്ക് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഒരു ഇൻബിൽറ്റ് ചിപ്പ് ബ്രേക്കർ ഉണ്ടാക്കുന്നതിൽ. സോ ദ ജോമെട്രി ഓഫ് ദ ചിപ്പ് ബ്രേക്കിംഗ് ഫീച്ചേഴ്സ് ആർ ഫിക്സഡ് വൺസ് മെയ്ഡ് അല്ലേ. ഒരു പ്രാവശ്യം നമ്മൾ ഇപ്പോൾ ഒരു ടൂൾ എടുത്തു എന്ന് വിചാരിക്കുക, നമ്മൾ ഒരു ഗ്രൂവോ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പോ ചെയ്യുന്നു എന്ന് വിചാരിക്കുക, അതൊരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ആ ജോമെട്രിയിൽ പിന്നെ ഒരു മാറ്റം വരുത്താൻ സംഭവിക്കില്ല. അപ്പൊ നമ്മൾ ഹലോ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പൊ ഓക്കെ അല്ലേ? ആ സാർ ഇപ്പോൾ ഓക്കെ. എപ്പോഴും ബ്രേക്ക് ആവുന്നുണ്ട്. ഇഷ്യൂ ആയിരിക്കണം. സാർ ബ്രേക്ക് ആവുന്നുണ്ട് വോയിസ്. ഒരു മിനിറ്റ് നോക്കാം. ഹലോ ഹലോ, ഓക്കെ. So effective only for a fixed range of speed and field for any given tool work combination. നമുക്ക് ഒരു ടൂൾ വർക്ക് കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടൂൾ ഏതെങ്കിലും വർക്ക് ആ മെറ്റീരിയൽ അനുസരിച്ചിട്ടുള്ള ഒരു റേഞ്ച് ഓഫ് സ്പീഡ് ആൻഡ് ഫീഡ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് സ്പീഡ് ആൻഡ് ഫീഡിന് മാത്രമേ ഇൻബിൽറ്റ് ചിപ്പ് ബ്രേക്കേഴ്സ് എഫക്ട് ചെയ്യുള്ളൂ. നമ്മൾ ഇൻബിൽറ്റ് ചിപ്പ് ബ്രേക്കേഴ്സ് കൊടുത്തെന്ന് വിചാരിക്കുക, അതിനേക്കാളും കൂടുതൽ സ്പീഡിലോ അല്ലെങ്കിൽ ഫീഡിലോ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിപ്പ് ബ്രേക്ക് ആകത്തില്ല, അതായത് അത് എഫക്റ്റീവ് ആകത്തില്ല. സോ ദാറ്റ് ഈസ് ഇൻബിൽറ്റ് ചിപ്പ് ബ്രേക്കേഴ്സ്. ഓക്കെ, ഇനി ക്ലാംപ്ഡ് ടൈപ്പ് ചിപ്പ് ബ്രേക്കേഴ്സ്. പേര് തന്നെ ഉണ്ട് അല്ലേ, ക്ലാംപ്ഡ് ടൈപ്പ് ചിപ്പ് ബ്രേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ക്ലാമ്പ് ചെയ്ത് വെക്കുകയല്ല ചെയ്യാം. So it works basically in the principle of step type chip breakers. ഫിഗർ കണ്ട പോലെ തന്നെ ഒരു ചെറിയ സ്റ്റെപ്പ് മോഡൽ രീതിയിലാണ് കാണാനുണ്ടാവുക, അല്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിളും സെയിം ആയിരിക്കും. ബട്ട് ഹാവ് ദ പ്രൊവിഷൻ ഓഫ് വേരിയിങ് ദ വിഡ്ത്ത് ഓഫ് ദ സ്റ്റെപ്പ് ആൻഡ് ദ ആംഗിൾ ഓഫ് ദ നമുക്ക് അതിന്റെ വിഡ്ത്തും അല്ലെങ്കിൽ ആംഗിൾ നമുക്ക് മാറ്റാൻ പറ്റും. അതായത് നമുക്ക് അതിലൊരു വ്യത്യാസം ഉണ്ടാവും, നമുക്ക് എക്സ്ട്രാ കൊടുക്കാൻ പറ്റും. സോ വിത്ത് ഫിക്സഡ് ഡിസ്റ്റൻസ് ആൻഡ് ആംഗിൾ ഓഫ് എഡീഷണൽ സ്ട്രിപ്പ്, ഒരു 3 ടൈപ്പ്, അതായത് 3 രീതിയിലുള്ള കാര്യങ്ങളാണ് അടുത്ത 3 പോയിന്റ്. വിത്ത് ഫിക്സഡ് ഡിസ്റ്റൻസ് ആൻഡ് ആംഗിൾ ഓഫ് എഡീഷണൽ സ്ട്രിപ്പ് അങ്ങനെ വരണം. പിന്നെ വിത്ത് വേരിയബിൾ വിഡ്ത്ത് ഓൺലി, വിഡ്ത്ത് മാത്രം വേരിയബിൾ ആയിട്ട് രീതിയിൽ, വിത്ത് വേരിയബിൾ വിഡ്ത്ത് ഹൈറ്റ് ആൻഡ് ആംഗിൾ, ഈ 3 രീതിയിൽ നമുക്ക് ക്ലാമ്പിങ്ങിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ക്ലാമ്പിങ് ടൈപ്പ് ചിപ്പ് ബ്രേക്കേഴ്സ് കൊടുക്കാൻ പറ്റും. അപ്പം അതിൻ്റെതായ മെയിൻ പോയിന്റ്സുകളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. സോ വിത്ത് ഫിക്സഡ് ഡിസ്റ്റൻസ് ആൻഡ് ആംഗിൾ ഓഫ് എഡീഷണൽ സ്ട്രിപ്പ് ഇറ്റ് ഈസ് എഫക്റ്റീവ് ഓൺലി ഫോർ എ ലിമിറ്റഡ് ഡൊമൈൻ ഓഫ് പാരാമെട്രിക് കോമ്പിനേഷൻ. അതായത് വളരെ ചെറിയ ഒരു ഡൊമൈനിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വിത്ത് വേരിയബിൾ വിഡ്ത്ത് ആണെങ്കിൽ അത്യാവശ്യം എല്ലാവരെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ക്ലാമ്പ് ചെയ്യാൻ പറ്റുന്നത്. വിത്ത് വേരിയബിൾ വിഡ്ത്ത് ഹൈറ്റ് ആൻഡ് ആംഗിൾ അത്ര അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, അത്ര സ്ട്രോങ് അല്ല, പക്ഷെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ക്ലാമ്പ്ഡ് ടൈപ്പ് ചിപ്പ് ബ്രേക്കേഴ്സ് അങ്ങനെയാണ്. സോ നിങ്ങൾക്ക് ഈ ഫിഗറിന് മനസ്സിലാവും ക്ലാമ്പ്ഡ് ടൈപ്പ് ചിപ്പ് ബ്രേക്കേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. റൈറ്റ് സൈഡിലെ ഫിഗർ അല്ല, ലെഫ്റ്റ് സൈഡിലെ ഫിഗർ. ലെഫ്റ്റ് സൈഡിലെ ഫിഗറിൽ ഫസ്റ്റ് ഫിഗർ ഒരു ഫിക്സഡ് ജോമെട്രി അല്ലേ, അതിന് വേരിയബിൾ വിഡ്ത്ത് ആണ് ബിയിൽ കാണുന്നത്. വേരിയബിൾ വിഡ്ത്ത് ആൻഡ് ആംഗിൾ ആണ് നിങ്ങൾക്ക്
പി എന്ന് പറഞ്ഞ ഒരു ഫിഗറിൽ കാണാൻ പറ്റുന്നത്. ഫിഗർ കാണുമ്പോൾ മനസ്സിലാകുന്നല്ലേ എങ്ങനെ ക്ലാമ്പ് ചെയ്യുന്നത് എന്നുള്ളത്. സാർ മനസ്സിലാവുന്നു. ഓക്കെ, ഇനി ഒരു മില്ലിംഗ് കട്ടർ, അതായത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മില്ലിംഗ് കട്ടർ എടുത്തു, കട്ടറിന്റെ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട് അല്ലെ, കട്ടർ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് ഫിഗർ. അതിലും ഈ ചിപ്പ് ബ്രേക്കേഴ്സ് കൊടുക്കുന്ന ഒരു രീതി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രം. ചിപ്പ് ബ്രേക്കേഴ്സോ അല്ലെങ്കിൽ നമുക്ക് ചിപ്പ് ബ്രേക്കർ ഗ്രൂസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ചിപ്പ് ബ്രേക്കർ ഗ്രൂസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടല്ലേ കട്ടറിൽ. മില്ലിംഗ് കട്ടറിൽ ആ വഴി ചിപ്പ് പോകുന്ന സമയത്ത് ഈ ഗ്രൂസിൽ തട്ടിയിട്ട് ചെറിയ ചെറിയ ചിപ്സ് ആയിട്ട് മാറുക ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ചിപ്പ് ബ്രേക്കിങ്ങിനെ പറ്റി പറയാനുള്ളത്. ഈ ഒരു ഫിഗർ കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ദ ഫസ്റ്റ് ഫിഗർ, അതായത് എ എന്ന് പറഞ്ഞ ഫിഗർ എല്ലാവരും നോട്ട് ചെയ്യും. എ എന്ന് പറഞ്ഞ ഫിഗർ നോട്ട് ചെയ്യും. ചിപ്പ് ബ്രേക്കർ ഡിക്രീസസ് ദ റേഡിയസ് ഓഫ് ദ ടെമ്പറേച്ചർ and eventually breaks it. അല്ലെ, ശരിയല്ല? ബിഫോറും ആഫ്റ്ററും ഉണ്ടോ? അതായത് ബിഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിപ്പ് ബ്രേക്കർ വെക്കാത്ത കണ്ടീഷൻ, അതായത് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിപ്പ് ബ്രേക്കർ വെക്കുന്ന കണ്ടീഷൻ. ബിഫോർ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ബെൻഡ് ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെ സാർ. ബി എന്ന് പറഞ്ഞത് ചിപ്പ് ബ്രേക്കർ ക്ലാമ്പ് ഓൺ ദ റൈറ്റ് സ്പേസ് വെച്ചപ്പോൾ ടൂളിന്റെ റൈറ്റ് സ്പേസിൽ നമ്മൾ ക്ലാമ്പ് ചെയ്ത് വെച്ചതാണ് കാണുന്നത് ഈ ഫിഗർ. മേലെ ഈ ഫിഗർ കാണുന്നത് ഓൾറെഡി നമ്മൾ പഠിച്ച പോലെ ഗ്രൂപ്പ്സ് ബിൽറ്റ് ഇൻ ചിപ്സ് ബ്രേക്കേഴ്സ് കൊടുക്കുന്നത്. അതായത് റൈറ്റ് സ്പേസിൽ ഒരു റേഡിയസ് ഉണ്ടാവും, പുറത്തോട്ട് ഒന്ന് പോസിറ്റീവ് റേറ്റ്, ഒന്ന് സീറോ റേറ്റ്. ഓക്കെ അല്ലേ? ഇതൊക്കെയാണ് ചിപ്പ് ബ്രേക്കിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ചിപ്പ് ബ്രേക്കിംഗ് ആണ് പഠിച്ചത്. ഒന്ന് സെൽഫ് ചിപ്പ് ബ്രേക്കിങ്ങും രണ്ടാമത് പോസ്റ്റ് ചിപ്പ് ബ്രേക്കിംഗ്. ഇനി നമുക്ക് ഹീറ്റ് ജനറേഷൻ മെഷീൻ, ഒരു മെഷീൻ നമ്മൾ ചെയ്യുമ്പോൾ അതിലെങ്ങനെ ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മെറ്റൽ കട്ടിങ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. സോ ദർ ഈസ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇസ് പ്രൊഡ്യൂസ്. എന്തുകൊണ്ടാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒന്ന് പ്ലാസ്റ്റിക് ഷിയറിംഗ് കൊണ്ടാണ് അല്ലേ. അതായത് ഷിയറിംഗ് സംഭവിക്കുമ്പോൾ ടൂൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ വരുന്നത്. അവിടെ സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കംപ്രസീവ് ഫോഴ്സ് കാരണം അല്ലെ അവിടെ ഷിയർ ഓഫ് സംഭവിക്കുന്നു. ആ ഒരു പ്ലാസ്റ്റിക് ഷിയറിംഗ് ആണ് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനനുസരിച്ചിട്ട് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടൂൾ ആൻഡ് വർക്ക് അല്ലേ, ടൂളിൻ്റെയും വർക്കിൻ്റെയും ഫ്രിക്ഷൻ കൊണ്ടും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഹീറ്റ് reduces the hardness of the cutting. ഓക്കെ, ഇങ്ങനെ ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് അത് കട്ടിംഗ് ടൂളിന് ഹാർഡ്നെസ് കുറയ്ക്കും ആൻഡ് മേക്ക് ഇറ്റ് ലെസ് വെയർ റെസിസ്റ്റൻറ്റ്. അതായത് പെട്ടെന്ന് വേറെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ചേഞ്ചസ് ഇറ്റ്സ് ഡയമെൻഷൻ അല്ലെ, ഹീറ്റ് കാരണം ചെറിയ ഡയമെൻഷണൽ ചേഞ്ച് ടൂളിന് വരാൻ സാധ്യതയുണ്ട്. സോ അത്രയും ഹോട്ട് ആവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ജനറേഷനെ കൊണ്ട്. സോ നമുക്കൊരു ഹീറ്റ് ജനറേറ്റിംഗ് സോൺസ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ 3 രീതിയിൽ പറയാം. വൺ ഈസ് ഷിയർ സോൺ, അതർ വൺ ഈസ് ഫ്രിക്ഷൻ സോൺ, ആൻഡ് തേർഡ് വൺ ഈസ് ടൂൾ വർക്ക് ഇന്റർഫേസ്. ഈ ഷിയർ സോണിനെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ച പ്രൈമറി ഡിഫോർമേഷൻ സോൺ എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ സോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്കൻഡറി ഡിഫോർമേഷൻ സോൺ. Okay, the third one is tool work interface. ഈ ഫിഗർ കാണാൻ പറ്റുന്നില്ലേ? ഞാൻ പ്രൈമറി ഡിഫോർമേഷൻ സോണും സെക്കൻഡറി ഡിഫോർമേഷൻ സോണും വർക്ക് ടൂൾ ഇന്റർഫേസും കാണുന്ന രീതിയിലുള്ള ഫിഗറാണ് നിങ്ങൾ മുന്നിൽ കാണുന്നത്. സോ when tool is directed towards the workpiece, chips are produced and the chips are moving
along the shear plane അല്ലേ, ത്രൂ ദ റൈറ്റ് ഫേസ് ഓഫ് ദ ടൂൾ. അങ്ങനെ 3 രീതിയിൽ ഒരു സോണ് ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ സോൺസിലാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. പ്രൈമറി ഡിഫോർമേഷൻ സോൺ, സെക്കൻഡറി ഡിഫോർമേഷൻ സോൺ ആൻഡ് വർക്ക് ടൂൾ ഇന്റർഫേസ് സോൺ. ഇനി ഈ 3 സോണിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ ഓക്കെ. ആദ്യം ഷിയർ സോൺ, അതായത് പ്രൈമറി ഡിഫോർമേഷൻ സോൺ അല്ലേ. മാക്സിമം ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സോണാണ്. ഓക്കെ, അതായത് നമ്മൾ മാക്സിമം, അതായത് കട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന മാക്സിമം ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്ന സോൺ. അത് എന്തുകൊണ്ടാണ്? അത് അവിടെ ഈ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയുന്ന സംഭവിക്കുന്ന സ്ഥലം അല്ലെ, ഷിയർ സോൺ. So this heat is generated due to the shearing of the metal. So major heat generated in this zone is carried away by the chip and remaining is taken by the workpiece. ആ സോൺ നോക്കിയാൽ മതി, ഷിയർ സോൺ എന്ന് പറഞ്ഞ സോൺ നോക്കി അലോങ് ഷിയർ പ്ലെയിനിലുള്ള ആ പ്രൈമറി ഡിഫോർമേഷൻ സോൺ എന്ന് പറഞ്ഞ സ്ഥലം കണ്ടോ? പ്രൈമറി ഡിഫോർമേഷൻ സോണിൽ എന്തൊക്കെയാണുള്ളത്? വർക്ക് പീസും ഉണ്ട്, ചിപ്പും ഉണ്ട് അല്ലേ, ശരിയല്ലേ? വർക്ക് പീസും ചിപ്പും തമ്മിലുള്ള ആ ഒരു കോണ്ടാക്റ്റിലെയാണ് നമ്മൾ പ്രൈമറി ഡിഫോർമേഷൻ സോൺ എന്ന് വിളിക്കുന്നത് അല്ലേ. സോ മേജർ ഹീറ്റ്, അതായത് അവിടെ ഉണ്ടാവുന്ന മേജർ ഹീറ്റ്, അത് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഹീറ്റ് ക്യാരി ചെയ്യുന്നത് ചിപ്സ് ആണ്. ഓക്കെ, അതായത് കൂട്ടത്തിൽ ഈ 3 സോണിൽ ഏറ്റവും കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുക ഷിയർ സോണിലാണ്. ഈ ഷിയർ സോണിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നതിൽ മേജർ ഹീറ്റും ക്യാരി അവേ ചെയ്യുന്നത് ചിപ്സ് ആണ്. ഓക്കെ അല്ലേ? The total heat generated in the shear zone consists of heat of deformation and heat of distortion. Okay, heat of deformation ഉണ്ടാവും, heat of distortion ഉണ്ടാവും. ഇത് ഷിയർ സോണിൽ വരുന്ന ഹീറ്റ് ജനറേറ്റഡ് എടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഫ്രിക്ഷൻ സോൺ. ഫ്രിക്ഷൻ സോൺ എന്ന് പറയുമ്പോൾ എവിടെ വരുന്നത്? ഫ്രിക്ഷൻ സോൺ സെക്കൻഡറി ഡിഫോർമേഷൻ സോൺ. സെക്കൻഡറി ഡിഫോർമേഷൻ സോൺ. സെക്കൻഡറി ഡിഫോർമേഷൻ സോണിൽ എന്തൊക്കെയാണ് വരുന്നത്? ടൂളും വർക്ക് ടൂൾ അല്ലെ, ടൂളും ചിപ്പും തമ്മിലുള്ള ഇന്റർഫേസ് അല്ലെ. സോ ഫ്രിക്ഷൻ സോൺ എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രിക്ഷൻ കൊണ്ട്, അതായത് ചിപ്പും ടൂളും തമ്മിലുള്ള ഇന്റർഫേസുകളിൽ ഫ്രിക്ഷൻ കൊണ്ടുണ്ടാവുന്ന ഹീറ്റ്, അങ്ങനെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന സോണിനാണ് ഫ്രിക്ഷൻ സോൺ പറയുന്നത്. In this zone, as the chip moves upwards along the tool face, a good amount of heat is generated due to friction at the chip tool surface, which further raises the temperature of the chip. Already ചിപ്പിന് നല്ല ടെമ്പറേച്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ അത്യാവശ്യം ഹീറ്റ് ഉണ്ടാവും. ഈ ഹീറ്റ് റൈറ്റ് ഫേസിലൂടെയാണ് പോകുക അല്ലെ, റൈറ്റ് സർഫേസ്, ടൂളിന്റെ റൈറ്റ് സർഫേസിലൂടെയാണ് ചിപ്പും അപ്വേർഡ് മൂവ് ചെയ്യുക. അപ്പൊ ആ സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷൻ കൊണ്ടും ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ അത് വീണ്ടും ചിപ്പിന്റെ ടെമ്പറേച്ചർ ഹൈ ആക്കും. ഓക്കെ, സോ എ പാർട്ട് ഓഫ് ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദിസ് സോൺ ഗോസ് ടു ദി ടൂൾ. അതായത് അവിടെ ഈ ഫ്രിക്ഷണൽ സോണിൽ ഉണ്ടാകുന്ന ഹീറ്റിൽ ഒരു പാർട്ട് ടൂളിലോട്ട് പോകും. മേജർ വീണ്ടും ചിപ്സ് തന്നെയാണ് ക്യാരി ചെയ്യുക. ഓക്കെ അല്ലേ? ഷിയർ സോണിലായാലും ഫ്രിക്ഷണൽ സോണിലായാലും മാക്സിമം ഹീറ്റ് ചിപ്പ് തന്നെയാണ് ക്യാരി ചെയ്യുക. ബട്ട് ഇൻ ഫ്രിക്ഷൻ സോൺ എ ലിറ്റിൽ മോർ കമ്പയർ ടു ഷിയർ സോണിൽ നമ്മൾ പിന്നെ ടൂൾ എടുത്തിട്ട് ചിപ്പും വർക്ക് അതായത് നമ്മുടെ ഇവിടെ ടൂള് ഹീറ്റ് ചെയ്യും. പാർട്ട് ഓഫ് ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദിസ് ഗോസ് ടു ടൂൾ. നെക്സ്റ്റ് വൺ ടൂൾ വർക്ക് ഇന്റർഫേസ് അല്ലേ. ടൂൾ വർക്ക് ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാ വരുന്നത്? ടൂളും വർക്ക് പീസും ആണ് വരുന്നത്.
ശരിയല്ലേ? സോ ആ ടൂളും വർക്കും തമ്മിലുള്ള ഫ്രിക്ഷൻ കൊണ്ടുണ്ടാവുന്ന ഹീറ്റ്. ഓക്കെ, സോ ഇൻ വർക്ക് ടൂൾ ഇന്റർഫേസ് ഓൺ, heat is generated due to friction by a rubbing action between portion of tool pad and workpiece. റബ്ബിംഗ് ആക്ഷൻ ഉണ്ട്, അതായത് ടൂളും വർക്ക് പീസും തമ്മിലുള്ള ചെറിയൊരു റബ്ബിംഗ് ആക്ഷൻ കൊണ്ടുണ്ടാവുന്ന ഹീറ്റ്. അതിനെയാണ് നമ്മൾ ടൂൾ വർക്ക് ഇന്റർഫേസിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയപ്പെടുന്നത്. ഇതിൽ ഒരു പാർഷ്യൽ ഹീറ്റ് ടൂളും എടുക്കും, പാർഷ്യൽ ഹീറ്റ് വർക്ക് പീസും എടുക്കും. ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? Sir, okay. So heat distribution between chip, work and tool are 75%, 20%, 5%. ഇത് ഒരു ഏകദേശം കണക്കാണ്. അടുത്താണ് 75 to 80 എന്ന് പറയാം. 70, അതായത് മാക്സിമം. ഇത് എന്താ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇപ്പം നിങ്ങൾ എല്ലാ സോണും എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹീറ്റ് ക്യാരി ചെയ്യുന്നത് ചിപ്സ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ് സൈഡിൽ ചെറിയൊരു ഫിഗർ കാണില്ലേ? റൈറ്റിലും ലെഫ്റ്റിലും രണ്ട് ഫിഗർ അല്ലേ, ഒരു ഗ്രാഫ് പോലത്തെ ഫിഗർ, ചെറിയൊരു ടൂള് ചിപ്പ് ജോബിന്റെ ഫിഗർ. ശരിയല്ല? അതിൽ നോക്കിയാൽ മതി. ഷിയർ സോൺ എന്ന് പറയുന്നത് എന്താണ്? ചിപ്പും ജോബും തമ്മിലുള്ള, അല്ലെ, ചിപ്പും വർക്ക് പീസും തമ്മിലുള്ള ഷിയർ പ്ലെയിൻ എലോങ് ആയിട്ടുള്ള ആ സോണിനെയാണ് നമ്മൾ ഷിയർ സോൺ എന്ന് പറയുന്നത്, അല്ലെ. അവിടെ എയറോ മാർക്കറ്റിലുണ്ടോ മാക്സിമം ചിപ്സ് തന്നെ എടുക്കുന്നത്. അതുപോലെ ചിപ്പും ടൂളും തമ്മിൽ ഉള്ള ഇന്റർഫേസിൽ മാക്സിമം ഹീറ്റ് ആരെടുക്കുന്നത്? ചിപ്സ് എടുക്കുന്നത്, അല്ലെ. സോ ടൂൾ ആൻഡ് ജോബിൽ മാക്സിമം ഹീറ്റ് ജോബ് എടുക്കുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ശരിയല്ലേ? സോ അതിൽ മോസ്റ്റ്ലി ഹീറ്റ് ക്യാരി അവേ ചെയ്യുന്നത് എന്താണ്? ചിപ്സ് ആണ്. സോ ദ ചിപ്പ് ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ചിപ്പ്, വർക്ക് ആൻഡ് ടൂൾ ലൈസ് ലൈക്ക് 75%, 20%, 5% റെസ്പെക്റ്റീവ്. ഇതാണ് ഹീറ്റ് ജനറേഷൻ മെഷീൻ. അതായത് നമ്മളൊരു മെഷീൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ രീതിയിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു, എത്ര സോൺ ഉണ്ട്, ആ സോൺസിന്റെ ഡിഫറൻസ് ഉണ്ട്. Hope you understand. അല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? കട്ടിംഗ് ഫ്ലൂയിഡ്സ്, നമ്മൾ ഈ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഹീറ്റ് അല്ലേ, അത് ചിപ്സിനെ ഹോട്ടാക്കുന്നു, ടൂളിനെ ഹോട്ടാക്കുന്നു, അല്ലെ, വർക്ക് പീസിനെ ഹോട്ടാക്കുന്നു. സോ ടോട്ടലി ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതേ ഹീറ്റിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ ടൂള് പെട്ടെന്ന് വേറെ പോകും, അല്ലേ. നമ്മളതിന് അത്യാവശ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കട്ടിംഗ് ഫ്ലൂയിഡ്സ്, അല്ലേ. Either liquid or gas that is used on the tool chip interface during machine operation is called cutting fluid. ഓക്കെ, ഈ വളരെ വേരിയസ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട് ഈ കട്ടിംഗ് ഫ്ലൂയിഡ്സ്. നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, കൂൾസ് ദ കട്ടിംഗ് ടൂൾ ആൻഡ് വർക്ക് പീസ്. ശരി, നമ്മൾ ഈ കട്ടിംഗ് ടൂള് വർക്ക് പീസും തമ്മിലുള്ള ഇന്റർഫേസിൽ കട്ടിംഗ് ഫ്ലൂയിഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് കൂൾസ് ദ കട്ടിംഗ് ടൂൾ ആൻഡ് വർക്ക് പീസ്. So the heat produced is carried away by the fluid by supplying adequate quantity of cutting fluid. And also it acts as a lubricant at the friction zone. Okay, and hence the tool life increases. നമ്മൾ ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും ഈ കട്ടിംഗ് ഫ്ലൂയിഡ്. അപ്പം നമ്മളെ ടൂളിൻ്റെ ലൈഫ് ഇൻക്രീസ് ചെയ്യും. As friction gets reduced, the force and power consumption reduces. നമ്മൾ സ്വാഭാവികമായും കട്ടിംഗ് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. സോ പവർ കൺസംഷനും റെഡ്യൂസ് ചെയ്യും.
അതിനനുസരിച്ച് എന്ത് ഇൻക്രീസ് ചെയ്യും, സർഫേസ് ഫിനിഷ് ഇൻക്രീസ് ചെയ്യപ്പെടും. ആൻഡ് ഇറ്റ് ഗോസ് ടു ബ്രേക്ക് ദ ചിപ്പ് ഇൻ ടു സ്മോൾ പീസസ്. കട്ടിംഗ് ഫ്ലൂയിഡിന്റെ ഫോഴ്സ് കാരണം ചിപ്പ് കട്ട് ചെയ്യപ്പെടാവുന്നതാണ്. ഇറ്റ് വാഷസ് അവേ ദ ചിപ്സ് ഫ്രം ദ ടൂൾ സോ ദാറ്റ് ഇറ്റ് പ്രൊഡ്യൂസസ് ഈവൻ ബെറ്റർ സർഫേസ് ഫിനിഷ്. അതായത് ടൂളും ചിപ്പ് തമ്മിൽ ഫ്രിക്ഷൻ വരുന്ന സമയത്ത് ടൂളിൽ ക്രാക്സ് വരാനുള്ള ചാൻസസ് ഉണ്ട് അല്ലേ, അതായത് സർഫേസിൽ ക്രാക്സ് വരാനുള്ള ചാൻസസ്. അത് ചിപ്സ് വാഷ് ചെയ്യുന്നതനുസരിച്ച് ടൂളിന്റെ റൈറ്റ് ഫേസ് ക്ലീൻ ആയി. ഇറ്റ് പ്രിവെന്റ്സ് ദ കൊറോഷൻ ഓഫ് ദ ചിപ്സ് ആൻഡ് മെഷീൻ്റെ കൊറോഷനെ പ്രിവെന്റ് ചെയ്യും cutting fluids. Okay, and it also improves dimensional control. So these are the various functions of cutting fluids. ഇനി എല്ലാ ഫ്ലൂയിഡ്സും കട്ടിംഗ് ഫ്ലൂയിഡ്സിനെ ആക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഓരോ കട്ടിംഗ് ഫ്ലൂയിഡ് അതിൻ്റെതായ പ്രോപ്പർട്ടി ആവശ്യമുണ്ട്. എന്തൊക്കെ പ്രോപ്പർട്ടി വേണം ഒരു കട്ടിംഗ് ഫ്ലൂയിഡ് ആയാൽ? സോ പ്രോപ്പർട്ടീസ് ടു ബി പോസസ്ഡ് ബൈ കട്ടിംഗ് ഫ്ലൂയിഡ്സ് ആർ എന്തൊക്കെ? It should have low viscosity to permit free flow of the liquid. എന്താണ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വിസ്കോസിറ്റി Resistance towards flow. ഓക്കെ അല്ലെ, റെസിസ്റ്റൻസ് ടുവേർഡ്സ്. ലോ വിസ്കസ് ആയിട്ടുള്ള കട്ടിംഗ് ഫ്ലൂയിഡ്സ് ആണ് വേണ്ടത്. നമുക്ക് it should possess good lubricant properties and it should have high specific heat, high heat of conductivity. It should be non-corrosive to work and machine, non-toxic ion to operating person. It should be odorless. It should be stable in use and storage, and it should permit the clear view of work. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് ഒരു കട്ടിംഗ് ഫ്ലൂയിഡ്സിന് വേണ്ടത്. ഓക്കെ, അതായത് ഒരു കട്ടിംഗ് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്ന സമയത്ത് അത് നമ്മുടെ വർക്കിനോ മെഷീനോ അല്ലെങ്കിൽ ഈവൻ പേഴ്സണിനോ ബാധിക്കാൻ പാടില്ല അല്ലേ. അത് യാതൊരു വിധത്തിലുള്ള ഡാമേജും വരുത്താൻ പാടില്ല. ആൻഡ് ഇറ്റ് ഷുഡ് പോസസ് സം പ്രോപ്പർട്ടീസ് ലൈക്ക് വിസ്കോസിറ്റി, ഗുഡ് lubricant properties, high specific heat, etc. And one of the most important is that permit clear view of work. Right? Cutting fluids ഉപയോഗിക്കുമ്പോൾ നമുക്ക് വർക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ പ്രോപ്പർട്ടീസും വേരിയസ് ഫങ്ഷൻസും നല്ല രീതിയിൽ പഠിക്കാം. ഇനി കട്ടിംഗ് ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്. A cutting fluid mainly serves cooling, lubrication, anti-welding properties. Okay, മൂന്ന് രീതിയിൽ കട്ടിംഗ് ഫ്ലൂയിഡ് സെർവ് ചെയ്യുന്നുണ്ട്. ഒന്ന് കൂളിംഗ്, അതായത് കൂളൻസ് ഇൻവോൾവ് ആയിട്ടുള്ള കൂളൻസ്. എന്താണ് കൂളൻസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന സാധനം നമ്മൾ, അതായത് നമുക്ക് കൂൾ ചെയ്യാൻ പറ്റും അല്ലേ. എവിടെയെങ്കിലും ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ കൂൾ ചെയ്യാൻ പറ്റുന്നതിനാണ് കൂളൻസ് എന്ന് പറയുന്നത്. സോ കൂളിംഗ് ഫംഗ്ഷൻ, it serves cooling function. A cutting fluid serves cooling function. Also lubricating, friction content. It reduces the friction and then it has a lubricant properties. And വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് വരുന്ന സമയത്ത് ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും ആൻഡ് ദർ ഈസ് സം ചാൻസസ് ഓഫ് ഗെറ്റിംഗ് സം ആസ്പിറേറ്റീസ് വെൽഡിങ് അല്ലേ. വെൽഡായിട്ട് ഇങ്ങനെ മെറ്റലിൽ ഇങ്ങനെ കിടക്കാൻ ചാൻസസ് ഉണ്ട്. സോ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ക്ലോറിൻ അല്ലെങ്കിൽ സൾഫർ ലൈക്ക് കോമ്പൗണ്ട്സ് ആഡ് ചെയ്യും ടു ദ കട്ടിംഗ് ഫ്ലൂയിഡ്. അപ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ദീസ് കോമ്പൗണ്ട്സ് ജനറേറ്റ് എ സോപ്പി ഫിലിം വിച്ച് പ്രിവെന്റ്സ് പാർട്ടിക്കിൾസ് ഓഫ് മെറ്റൽ ഫ്രം എമിറ്റിംഗ്. ഓക്കെ, ഇനി നമ്മൾ കുറേ കട്ടിംഗ് ഫ്ലൂയിഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് പല ടെക്സ്റ്റിലും പല രീതിയിൽ പല ക്ലാസിഫിക്കേഷൻസ് കാണാൻ പറ്റും. ഞാനൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ പറയാം. ടു ഗ്രൂപ്പ്സ്, നമുക്ക് രണ്ട് ഗ്രൂപ്പായിട്ട് തരംതിരിക്കാം കട്ടിംഗ് ഫ്ലൂയിഡ്സിനെ. ഒന്ന് വാട്ടർ ബേസ്ഡ് ഫ്ലൂയിഡ്സും ഒന്ന് സ്ട്രെയിറ്റ് ഓർ നീറ്റ് ഓയിൽ ബേസ്ഡ് ഫ്ലൂയിഡ്സും.
എന്താണ് വാട്ടർ ബേസ്ഡ് ഫ്ലൂയിഡ്സ്? പേര് തന്നെയുണ്ട്, വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ്. മറ്റേത് ഓയിൽ ബേസ്ഡ് അല്ലെങ്കിൽ സ്ട്രേറ്റ് നീറ്റ് ഓയിൽ ബേസ്ഡ് ഫ്ലൂയിഡ്സ് എന്ന് പറയും അല്ലേ. ഇനി വാട്ടർ ബേസ്ഡിൽ എന്തൊക്കെയാണ് വളരെ കുറച്ച് പോയിന്റ്സ് ആണുള്ളത്. സോ വാട്ടർ ബേസ്ഡ് ഫ്ലൂയിഡ്സ് ആർ ക്വൈറ്റ് കോമൺലി യൂസ്ഡ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ ബീങ് സോല്യൂബിൾ ഓയിൽ. സോല്യൂബിൾ ഓയിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. Yes, sir. സോല്യൂബിൾ ഓയിൽ ഒരു 1 to 5% സോല്യൂബിൾ ഓയിൽ വാട്ടറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ it becomes an emulsion, right? And it has some excellent cooling properties at low cost and also have some lubricant effect. അങ്ങനെ ഈ മോഡേൺ സോല്യൂബിൾ ഓയിൽസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി കൊറോഷൻ ഇൻഹിബിറ്റേഴ്സും ബയോസൈഡ്സും ഉണ്ടാവും, സോ ദാറ്റ് ഈ ബാക്ടീരിയ ഗ്രോത്ത് ഉണ്ടാകും. സോഡ സൊല്യൂഷൻസും അല്ലെ, സോഡ സൊല്യൂഷൻസ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു വാട്ടർ ബേസ്ഡ് ഫ്ലൂയിഡാണ് സോഡ സൊല്യൂഷൻ. സോഡ സൊല്യൂഷൻ ഗ്രൈൻഡിങ് ഓപ്പറേഷൻസിലൊക്കെ യൂസ് ചെയ്യാം, സിൻസ് ഇറ്റ് ഹാസ് എ ഗുഡ് ഫ്ലഷിംഗ് ആക്ഷൻ ആൻഡ് കൂളിംഗ് എഫക്റ്റ്. And another one is soluble oils cutting fluid, synthetic cutting fluid, and semi-synthetic cutting fluid. Okay, soluble oil cutting fluid ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. അത് ബേസ് ഓയിൽ ഇൻ വാട്ടർ, അത് നല്ല കൂളിംഗ് ആൻഡ് ലൂബ്രിക്കൻറ്റ് പ്രോപ്പർട്ടീസ് കാണിക്കും അല്ലേ. ഇനി സിന്തറ്റിക് കട്ടിംഗ് ഫ്ലൂയിഡ്സ് ഉണ്ട്. ദേ ആർ ട്രൂ സൊല്യൂഷൻ ഓഫ് ആൽക്കലൈൻ ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് കോമ്പോണൻസ്. ഓർഗാനിക്കിൻ്റെയും ഇനോർഗാനിക് കോമ്പോണൻസിൻ്റെയും ആൽക്കലൈൻസിൻ്റെ ട്രൂ സൊല്യൂഷനാണ് സിന്തറ്റിക് കട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദേ ഹാവ് ഗുഡ് കൂളിംഗ് പ്രോപ്പർട്ടീസ്. സിന്തറ്റിക് കട്ടിംഗ് ഫ്ലൂയിഡിൽ ഓയിൽ ഉണ്ടാവില്ല. ഓക്കെ, സെമി സിന്തറ്റിക് ഓയിൽ കട്ടിംഗ് ഫ്ലൂയിഡ് ആണെങ്കിൽ emulsion in water with mineral oils and some additional chemicals. ഇതിനെയാണ് നമ്മൾ സെമി സിന്തറ്റിക് ഓയിൽ എന്ന് പറയുന്നത്. ഓക്കെ, the properties are in between those of soluble oil and synthetic. ഈ ഇത് വളരെ സിമ്പിൾ അല്ലേ കട്ടിംഗ് ഫ്ലൂയിഡ്സിന്റെ? Yes, sir. Okay. ഇനി ലാസ്റ്റ് ആണ് നമ്മുടെ വാട്ടർ ബേസ്ഡ് കട്ടിംഗ് ഫ്ലൂയിഡ് ആയി. The next one is straight or neat based fluids. Okay, ഒരു 4 പേരുണ്ട്. അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ് മാത്രം. ഓക്കെ, ഇപ്പോൾ കട്ടിംഗ് ഫ്ലൂയിഡ്സിനെ പറ്റി ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ വേരിയസ് പ്രോപ്പർട്ടീസ് എഴുതാൻ പറ്റണം, ഫങ്ഷൻസ് എഴുതാൻ പറ്റണം, ആൻഡ് എന്തൊക്കെ രീതിയിൽ കട്ടിംഗ് ഫ്ലൂയിഡ്സ് ഉണ്ട്, മെയിനായിട്ട് എവിടെയൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ എഴുതാൻ പറ്റും. അതനുസരിച്ച് വേണം നിങ്ങൾ കട്ടിംഗ് ഫ്ലൂയിഡ്സിനെ പഠിക്കാൻ. ഓക്കെ, സോ ഓയിൽ ബേസ്ഡ് കട്ടിംഗ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിനറൽ ഓയിൽ. Mineral oil is oil based cutting fluid. So it is primarily composed of some hydrocarbons of different structure and molecular, which is used morely for light machining operations. ഒരു ടർട്ട് ലേത്തിലൊക്കെ വളരെ ലൈറ്റ് മെഷീനിങ് ഓപ്പറേഷൻസിൽ യൂസ് ചെയ്യുന്നതാണ് മിനറൽ ഓയിൽസ് ആസ് എ കട്ടിംഗ് ഫ്ലൂയിഡ്. ഇനി ഫാറ്റി ഓയിൽസ്, സ്ട്രേറ്റ് ഫാറ്റി ഓയിൽസ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെറൈറ്റി ഓഫ് straight fatty oil is lard oil. Okay, these oil are not stable and they lose their properties. പെട്ടെന്ന് lubricant properties lose ചെയ്യപ്പെടുന്നു. So satisfactory coolant ആണ്. Okay, lubricant properties കുറവാണെങ്കിൽ coolant ആയിട്ട് ഈ fatty oils യൂസ് ചെയ്യാവുന്നതാണ്, as they have high viscosity and used in thread cutting with taps and belts. Mostly ഈ ഫാറ്റി ഓയിൽസ് യൂസ് ചെയ്യുന്നത് ത്രെഡ് കട്ടിങ്ങിലാണ്, സിൻസ് ത്രെഡ് കട്ടിങ് ഈസ് എ സ്ലോ പ്രോസസ്. ഇനി 3 തരത്തിലുള്ള സ്ട്രേറ്റ് ഓയിൽ ബേസ്ഡ് ഫ്ലൂയിഡ്സ്: കോമ്പൗണ്ടഡ് ഓർ ബ്ലെൻഡഡ് ഓയിൽസ്, സൾഫ്യൂറൈസ്ഡ് ഓയിൽസ് ആൻഡ് ക്ലോറിനേറ്റഡ് ഓയിൽസ്. ഓക്കെ, കോമ്പൗണ്ടഡ് ഓയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ്ചർ ഓഫ് മിനറൽ ആൻഡ് ഫാറ്റി ഓയിൽസ് ആണ്. The film strength of the fatty oil is retained even when diluted with 75% of the mineral oil. 75% of the mineral oil dilute ചെയ്താൽ തന്നെ ഇത് റീറ്റെയിൻ ചെയ്യാനുള്ള ഫിലിം സ്ട്രെങ്ത് ഉണ്ടാവും ഈ ബ്ലെൻഡഡ് ഓയിൽസിന്. സൾഫറൈസ്ഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫർ ഒരു അബൌട്ട് 5% ഓഫ് ദ സൾഫർ ലാഡ് ഓയിലുമായി മിക്സ് ചെയ്തതിനെയാണ് സൾഫറൈസ്ഡ് ഓയിൽ എന്ന് പറയുന്നത്. അത് ഹെവി ഡ്യൂട്ടി മെഷീനിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ക്ലോറിനേറ്റഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
about 3% of chlorine while we use in mineral oil. അതിനാണ് നമ്മൾ ക്ലോറിനേറ്റഡ് കട്ടിംഗ് ഓയിൽ. ഇത് ബ്രോച്ചിങ് ഓപ്പറേഷൻസിനാണ് മെയിനായിട്ട് കട്ടിംഗ് ഫ്ലൂയിഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. Sir, okay. ഓക്കെ. 10 minutes. 10 minutes എടുത്തോ. ഒരു മിനിറ്റ്. ഓക്കെ. ഓക്കെ, താങ്ക് യു.